മദ്യപാനം മുസ്ലിമീങ്ങൾക്ക് ഹറാമാണ് അല്ലേ? നമ്മൾ മദ്യപിക്കുന്നവരല്ല, മദ്യപിക്കാൻ പാടുള്ളതുമല്ല. പക്ഷെ മദ്യപിക്കാതെ ഒരു എൻജോയ്മെന്റ്, ഒരു എന്റർടൈൻമെന്റ് ഇല്ലാത്ത എത്ര സമൂഹങ്ങൾ ലോകത്തുണ്ട്. അവർക്ക് ചെറിയൊരു പാർട്ടിയാണെങ്കിൽ അവിടെ കുപ്പി പൊട്ടിക്കണം അല്ലേ? അങ്ങനെ അവർക്ക് ആഘോഷിക്കാൻ പറ്റൂ. പക്ഷേ മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന് വിധേയപ്പെട്ട ആൾക്കാണ് മുസ്ലിം. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, ദോസ് ഹു സബ്മിറ്റ് ദംസെൽവ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കമാൻഡ് ഓഫ് അല്ലാഹ്. അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയപ്പെടുന്നവനെയാണ് മുസ്ലിം എന്ന് വിളിക്കുക. അവരുടെ പേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പേരിട്ട മുസ്ലിം ആവുമോ? ഇപ്പം നൈക്കിന്റെ ടീഷർട്ടൊക്കെ ഇട്ടാൽ പിന്നെ ഓൻ ആരോഗ്യം ഉണ്ടാവുമോ? നൈക്കിന്റെ പാൻറ്, നൈക്കിയുടെ ഷൂ, നൈക്കിയുടെ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക, ഭയങ്കര സ്പോർട്ട് ചെയ്യാൻ തോന്നാൻ വേണ്ടി. ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, റണ്ണിങ്ങും ഇല്ല, ജോഗിങ്ങും ഇല്ല, ഫുട്ബോളും ഇല്ല, കളിയും ഇല്ല, ജിമ്മും ഇല്ല. നൈക്കിന്റെ കുപ്പായങ്ങൾ ഇട്ട്, അഡിഡസിന്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ മുസ്ലിമീങ്ങൾ ഉണ്ടാവില്ല. കണ്ടാൽ അങ്ങനെയാണ്, പക്ഷേ സംഗതി ഒന്നുമില്ല ഉള്ളിൽ. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലേബൽ അല്ല വേണ്ടത്, ക്വാളിറ്റിയാണ് വേണ്ടത്. മുസ്ലിമീങ്ങളിൽ മദ്യപാനമില്ലാതെ ആഘോഷിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് മുസ്ലിമീങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതൊരു സത്യമല്ലേ? എങ്ങനെയെന്നറിയോ? ഹറാമായ മദ്യത്തിന് പകരം ഹലാലായ ഇഷ്ടം പോലെ ഭക്ഷ്യവിഭവങ്ങൾ നമ്മുടെ ഷെഫുമാർ കണ്ടെത്തി, നമ്മുടെ വീടുകളിൽ പെണ്ണുങ്ങൾ കണ്ടെത്തി. നമ്മുടെ വിഭവങ്ങളിൽ ഇഷ്ടം പോലെ ഹലാൽ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചു. പിന്നെ കള്ളിന്റെ ആവശ്യമില്ല. കള്ളുടിയന്മാർക്ക് എന്ത് നിരത്തി വെച്ചാലും അല്ല കള്ളിനെ പോവുള്ളൂ. അത് കുടിച്ചാൽ പിന്നെ പൂസായി പിന്നെ ബോധം ഉണ്ടാവില്ല, ഭക്ഷണമൊക്കെ ബാക്കിയാവും ചെയ്യും. ഇത് ബോധമുള്ള മനുഷ്യന്മാർ വന്നിട്ട് രുചികരമായ നല്ല ഹലാൽ ഭക്ഷണങ്ങൾ, എത്ര വലിയ റിസർച്ചുകൾ നടന്നു ലോകത്ത്. ഭക്ഷണങ്ങളുടെ വെറൈറ്റികൾ വന്നത് മുസ്ലിം ഉമ്മത്തുകൾ പ്രതിനിധാനം ചെയ്യുന്ന കൂട്ടായ്മകളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നുമാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് അള്ളാഹു ചിലത് ഹറാമാക്കിയപ്പോൾ ഹലാലിന്റെ വഴികളിലൂടെ നമ്മൾ ശരിക്കാഴത്തിലങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരുപാട് ഹലാൽ വെറൈറ്റികൾ പടച്ചോ നമുക്ക് കാണിച്ചു തന്നു. അന്തസ്സിൽ നമ്മൾ പരിപാടികൾ നടത്തുന്നില്ലേ? ഇതൊരു നല്ല കാര്യമാണ്. പലിശ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പലിശ നിരോധിച്ചപ്പോൾ തൊട്ടിപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾക്ക് കച്ചവടം അള്ളാഹു അനുവദിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ കച്ചവടം ചെയ്യുന്നവരാണ്, ബിസിനസ്സുകാരാണ്. പലിശ എന്ന് പറഞ്ഞാൽ ഉള്ള പൈസയെ ഇരട്ടിപ്പിക്കലാണ്. 1000 കൊടുത്തിട്ട് എനിക്ക് 1100 വേണമെന്ന് പറയാം. പൈസ എങ്ങനെയാ സ്വയം പെരുകുന്നത്? പണം പെരുകണമെങ്കിൽ, അല്ലെങ്കിൽ പൈസ വർദ്ധിപ്പിക്കണമെങ്കിൽ, സമ്പത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടെ വർക്ക് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. എല്ലാവരും 1 കോടി രൂപ കയ്യിൽ വെച്ചിട്ട് ആ 1 കോടി 2 കോടി ആക്കാൻ വേണ്ടി എല്ലാവരും പലിശക്ക് കൊടുത്താൽ ഇവിടെ ആരാ അധ്വാനിക്കുക? ആരാ ഇവിടെ ജോലിക്ക് പോവുക? ആരാ കച്ചവടം ചെയ്യുക? പൈസ ഒറ്റയ്ക്ക് വളരോ? പൈസ ഒറ്റയ്ക്ക് പൈസയായിട്ട് വളരോ? ഇല്ലല്ലോ. പൈസയെ സ്വയം വളർത്തുന്ന പരിപാടിയാണ് പലിശ എന്ന് പറയുന്നത്. ഇസ്ലാം അതിനെതിരാണ്. കാശ് കൂട്ടിവെക്കരുത്. സമ്പത്ത് സമ്പന്നന്മാർ അത് ഒരുമിച്ച് കൂട്ടിവെക്കരുത്. സമ്പത്ത് ജനങ്ങളിൽ ഒഴുകണം, സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണം, പ്രോഗ്രസ് ഉണ്ടാവണം, ബിസിനസ് ചെയ്യണം. അപ്പൊ മുസ്ലിമീങ്ങൾ പലിശ പരിപാടി നിർത്തി. അവർ ചെയ്യുന്നില്ല, അവർ കച്ചവടം തുടങ്ങി. നന്നായിട്ട് കച്ചവടം ചെയ്യും. എവിടെ ചെന്നാലും ബിസിനസ് അല്ലേ? ചന്ദ്രനിൽ പോയി ഇറങ്ങിയാലും ചിലപ്പോൾ കടുപ്പത്തിൽ ചായ വേണോന്ന് ഇപ്പൊ ചോദിച്ചെന്ന് വന്നേക്കാം. നമ്മൾ അങ്ങനെ അത്രക്ക് ബിസിനസ് ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ബിസിനസ് പൊളിഞ്ഞു വിചാരിക്കുക. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് അള്ളാഹുവിന്റെ ഖദറിലും ഖളായിലും വിശ്വസിക്കുന്നവരാണ്. കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, വീണ്ടും കച്ചവടം ചെയ്യും, വീണ്ടും പൊളിയും, വീണ്ടും അള്ളാഹ് കണക്കാക്കിയാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന ഒരു നല്ല സംസ്കാരം ഈ ഉമ്മത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ഇനി ഇല്ലാണ്ടാക്കരുത്. മദ്യപാനവും മ്യൂസിക്കും ലൈവ് ഡാൻസുകളും കാബറെ നൃത്തങ്ങളും റോക്ക് ഡാൻസുകളും റാപ്പ് മ്യൂസിക്കുകളും ഉണ്ടെങ്കിലേ ആനന്ദമാകൂ എന്ന് ധരിച്ചു വെച്ചവർക്ക് ഹലാലിന്റെ ഓപ്ഷനുകൾ കൊടുക്കാൻ നമ്മുടെ മക്കളുടെ കഴിവുകൾക്ക് സാധിക്കണം, അവരുടെ ടാലന്റുകൾക്ക് സാധിക്കണം.